നടന്നത് നയൻതാര ധനുഷ് തർക്കമാണ്. നയൻതാരയുടെ ലവ് ലൈഫും ഡോക്യുമെന്ററിയും ഒക്കെയുമായി ബന്ധപ്പെട്ട 10 വർഷങ്ങൾക്ക് മുമ്പ് താൻ അഭിനയിച്ച സിനിമയുടെ ചില ഭാഗങ്ങളുടെ പകർപ്പവകാശം വേണമെന്നാവശ്യപ്പെട്ട നയൻതാര രംഗത്തെത്തുന്നു. ഇതിൽ വെറും 3 സെക്കൻഡ് വീഡിയോയ്ക്ക് 10 കോടി രൂപ വേണമെന്ന പകർപ്പവകാശം നൽകണമെങ്കിൽ 10 കോടി രൂപ നൽകണമെന്ന് ധനുഷ് ആവശ്യപ്പെടുന്നു. മനസാക്ഷിയെ ഇല്ലാത്ത രീതിയിലാണ് ധനുഷിന്റെ ഈ ചോദ്യം എന്നതാണ് പലരുടെയും വിലയിരുത്തൽ. അതായത് വെറും 3 മിനിറ്റിന് 10 കോടി എന്നൊക്കെ ചോദിക്കുന്നത് ധനുഷിന്റെ അത്യാഗ്രഹമായി കാണുന്നവരുണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടെയാണ് ധനുഷ് തന്നോട് പെരുമാറുന്നതെന്നും ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് തന്നോട് ധനുഷ് മോശമായൊക്കെ പെരുമാറിയിട്ടുണ്ട് എന്നും നയൻതാര വീണ്ടും പ്രതികരിച്ചത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ തെറ്റുകാരൻ എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ആരാധനയുടെ പിന്നാലെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിനേക്കാൾ മറിച്ച് ഈ വിഷയത്തിൽ തലയിടും മുമ്പ് ആദ്യം ആലോചിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് 2015 നയൻതാര ധനുഷ് തർക്കത്തിന് പ്രധാന കാരണമായ ചിത്രം നാനും റൌഡിതാൻ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രം പുറത്തിറങ്ങിയതോടെ നയൻസിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു എന്നത് നമ്മളൊക്കെ കണ്ടു. കരിയറും ജീവിതവും ഒരൊറ്റ സ്റ്റെപ്പിൽ മറ്റൊരു ലെവലിൽ എത്തിച്ചു എന്ന് നയൻസിന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നാനും റൌഡിതാൻ. ചിത്രം പ്രതീക്ഷിച്ചത്ര ക്ലിക്ക് ആയില്ല എങ്കിലും വിക്കി നയൻസ് ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ആ സിനിമയുടെ സെറ്റ് തന്നെയായിരുന്നു. അതിനാൽ തന്നെ നയൻസിന്റെ ലവ് ലൈഫ് പറയുമ്പോൾ അതിൽ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ചേർക്കണം എന്നുള്ള നയൻസിന്റെ ആവശ്യത്തെ ന്യായീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ധനുഷിനോട് പകർപ്പവകാശം ആവശ്യപ്പെട്ട നയൻതാര രംഗത്തെത്തുന്നത്. എന്നാൽ ധനുഷ് 3 സെക്കൻഡ് വീഡിയോയ്ക്ക് 10 കോടി ചോദിച്ചു. ഇതോടെയാണ് വിഷയം ആകെ വഷളായത്. എന്തിനാണ് ഇത്ര അത്യാഗ്രഹം എന്നതാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെ പലരും ആലോചിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചതെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ കൂടെ ആലോചിക്കണം. വിഘ്നേഷ് ശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പുറത്തിറങ്ങാൻ കാരണക്കാരൻ തന്നെ ഇപ്പോൾ നയൻസ് വിമർശിക്കുന്ന നയൻതാരയുടെ കണ്ണിൽ മുഖംമൂടി അണിഞ്ഞു എന്ന് പറയുന്ന നടൻ ധനുഷ് തന്നെയാണ്. അതായത് 2013 ഈ സിനിമ ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ നിർമ്മിക്കുകയും ഗൗതം കാർത്തിക്, ലാവണ്യ ത്രിപാഠി എന്നിവർ അഭിനയിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപനം. പക്ഷേ പാതി വഴിയിൽ തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ആരംഭത്തിൽ തന്നെ പരാജയപ്പെട്ട സിനിമയായി മാറി നാനും റൌഡിതാൻ. ആരംഭത്തിൽ തന്നെ പരാജയപ്പെട്ട ചിത്രത്തിന് വേണ്ടി നിർമ്മാതാവിനെ തേടിയുള്ള വിഘ്നേഷിന്റെ അലച്ചിലായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. നിർമ്മാതാവിനെ തേടിയുള്ള വിഘ്നേഷിന്റെ അലച്ചിലിനിടെയാണ് ധനുഷ് തന്റെ വണ്ടർ ബാർ ഫിലിംസിന്റെ ബാനറിൽ താൻ ചിത്രം നിർമ്മിക്കാമെന്ന് അറിയിക്കുന്നത്. അതും ട്വിറ്ററിലൂടെയായിരുന്നു ഈ പ്രഖ്യാപനം ഉണ്ടായത്. നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരുന്നു ധനുഷ് ഈ പ്രൊജക്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പിന്നീട് 2014 ഓഗസ്റ്റിലാണ് പടം ധനുഷ് ഏറ്റെടുക്കുന്നതും അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമെല്ലാം. സേതുപതിയും നയൻതാരയും പ്രധാന ജോഡികളായി സിനിമ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു. പ്രിൻസിപ്പൽ ഛായാഗ്രഹണം 2014 ഡിസംബറിൽ തുടങ്ങി 2015 ജൂണിൽ അവസാനിപ്പിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ള പടമാണ് നാനും റൌഡിതാൻ. ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ചിത്രം നയൻതാരയ്ക്ക് കരിയർ ബ്രേക്ക് ആയിരുന്നുവെങ്കിലും ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു സിനിമയാണ് നാനും റൌഡിതാൻ. സിനിമ തുടക്കത്തിൽ തന്നെ വിഘ്നേഷ് പറഞ്ഞതിന്റെ അധിക ചിലവിലാണ്, അധിക പാക്കേജിലാണ് നിർമ്മിക്കപ്പെട്ടത്. ഇത്തരത്തിൽ നിർമ്മാണത്തിൽ വന്ന നഷ്ടം അത് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നികത്താമെന്നായിരുന്നു ധനുഷിന്റെ കണക്ക് കൂട്ടലെങ്കിൽ അവിടെയും ധനുഷിന് തെറ്റിയിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നത് വിജയ് സേതുപതിയാണ്. ആ കാലഘട്ടത്തിൽ വിജയ് സേതുപതിയുടെ സിനിമകൾക്ക് വലിയ വിജയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത കാലത്ത് സേതുപതി ചിത്രങ്ങൾ പലതും പരാജയപ്പെട്ടതുകൊണ്ട് ആ സിനിമയ്ക്ക്, നാനും റൌഡിതാൻ എന്ന സിനിമയ്ക്ക് വലിയ പ്രാധാന്യമോ വലിയ വിലയോ ലഭിച്ചില്ല. അതിനാലാണ് നാനും റൌഡിതാൻ എന്ന സിനിമയുടെ മാർക്കറ്റ് വാല്യൂ വലിയ രീതിയിൽ ആ സമയത്ത് ഇടിഞ്ഞത് എന്നതാണ് വിലയിരുത്തൽ. ചുരുക്കി പറഞ്ഞാൽ നാനും റൌഡിതാൻ എന്ന സിനിമ ധനുഷിന് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന്. അത് മാത്രമല്ല, വിഘ്നേഷും നയൻതാരയും സ്നേഹത്തിലായത് ഈ സിനിമാ സെറ്റിൽ വെച്ചാണ് എന്ന് നാൻസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ സന്ദർഭമാണ് ധനുഷ് മോശമായി തന്നോട് പെരുമാറി എന്ന് പറയാൻ നയൻതാര ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് കരുതുന്നത്. അതായത് വിഘ്നേഷ് നയൻസ് പ്രണയം തുടങ്ങിയത് ഈ സിനിമയിൽ നിന്നായതുകൊണ്ട് തന്നെ പലപ്പോഴും വിഘ്നേഷിന് ജോലിയിൽ ശ്രദ്ധ കുറഞ്ഞു എന്ന് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നു. പലപ്പോഴും ചില ഷൂട്ടിംഗ് വരെ നീണ്ടുപോകുന്ന സാഹചര്യം വിഘ്നേഷിന്റെ ഈ ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. ഇതെല്ലാം പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ധനുഷിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ മാനസിക സംഘർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കരുതിയായിരിക്കണം എപ്പോഴോ ധനുഷ് ഷൂട്ടിങ്ങിനിടെ വിഘ്നേഷിനോട് വഴക്കിട്ടത്. ഇതായിരിക്കണം ധനുഷ് സെറ്റിൽ
സെറ്റിൽ മോശമായി പെരുമാറി എന്നുള്ള നയൻതാരയുടെ പ്രധാനപ്പെട്ട പ്രസ്താവനയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. സെറ്റിൽ വെച്ച് വളരെ മോശം രീതിയിൽ ധനുഷ് തന്നോട് ഇടപഴകി എന്നുള്ള നയൻതാരയുടെ വാക്കുകൾ വളരെ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് കൂടെ ആലോചിക്കണം എന്നുള്ളതാണ്. ഇതിനൊക്കെ ശേഷമാണ് തങ്ങളുടെ പ്രണയകഥയും വിവാഹ വീഡിയോയും എല്ലാം ചേർത്ത് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നു എന്നും അത് നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തുവിടുമെന്നും ഒക്കെ താരദമ്പതികൾ തീരുമാനിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ധനുഷിന്റെ കയ്യിൽ നിന്ന് പകർപ്പവകാശം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുന്നത്. എന്നാൽ ധനുഷ് പകർപ്പവകാശം നൽകും മുമ്പ് തന്നെ ടീസറിൽ ധനുഷിന്റെ നാനും റൗഡിദാൻ ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടതായി പറയുന്നു. ഇത് ധനുഷിനെ പ്രകോപിപ്പിച്ചിരിക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള തർക്കമാണ് 2024 ആയപ്പോഴേക്കും, അതായത് 10 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും കലക്കുന്നത്. ആകെ മുഴുവൻ നഷ്ടങ്ങൾ മാത്രം വിതച്ച തന്റെ ചിത്രത്തിന്റെ ഒരു ഭാഗം മറ്റൊരു വീഡിയോയ്ക്ക് ഉപയോഗിക്കാൻ 10 കോടി വേണമെന്ന് ധനുഷ് അവകാശപ്പെട്ടതാണോ? തന്റെ ആവശ്യത്തിന് വേണ്ടി തങ്ങളുടെ ഡോക്യുമെന്ററി ഭീമമായ ഒരു തുകയ്ക്ക് നെറ്റ്ഫ്ലിക്സിന് വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന നയൻതാരയുടെ പരാതിയാണോ ഇവിടെ ശരി എന്നത് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. തീരുമാനിക്കുക ആരുടെ ഒപ്പം നിൽക്കണമെന്നും ആരെ വിമർശിക്കണമെന്നതും.